ഗൈസ്, പിന്നത്തെ നമ്മുടെ ഡേ ഒരു സൺഡേ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ട് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു അല്ലേ ജോഷ? ഞങ്ങൾ രണ്ടാളും മാച്ച് നിന്റെ ഫോൺ തന്നെയാണ്. അപ്പം നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകും. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ചട്ടിയിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ സബോള ഇട്ട് ഗർഭര അളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെക്കനോട് ഇവിടെ കളയുന്ന എനിക്ക് തോന്നുന്നു. മര്യാദയ്ക്ക് ഇളക്കടാ, പണിയെടുക്കടാ, ഒന്നും ഇളക്കിക്കോടെ. പിന്നെ ഞാൻ അത്ര നേരം വെറുതെ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കേ, ഞാൻ വീഡിയോ എടുക്കാം. നീ പണിയെടുക്കും. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മളിനെ എപ്പോഴും ഇളക്കണ്ട. ഇങ്ങനെ കുറച്ചിങ്ങനെ ഇരിക്കാം. കുറച്ചിൻ്റെ നമ്മള് ഈ കയ്യിൽ ഇവിടെ ഇതിലൂടെ ഇട്ടേന കൊള്ളു. നമ്മള് പിന്നെ സബോളുള്ളതുകൊണ്ട് മതി. വഴറ്റിട്ടില്ലല്ലോ ഇനി. അത് വഴറ്റി കഴിഞ്ഞിട്ടല്ലേ ഇടാ. പിന്നെ ഷുഗർ ഓക്കെ. അപ്പൊ നമ്മള് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഇപ്പൊ നമുക്ക് നല്ലൊരു മണം വരും. പക്ഷെ തിന്നാൻ പാടില്ല. മുന്നേ തിന്ന് നോക്കിണ്ടല്ലേ. സൂപ്പർ സ്മെൽ. എന്തൊക്കെയാണ്. സോറി, ക്യാമറ ഉണ്ടാണ്. ഓക്കെ, തടി വന്നിട്ട് സവോള കുറച്ച് കുറവുള്ള പൊടിയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. മമ്മി ഇപ്പൊ തന്നെ ഇടുക ഈ പേസ്റ്റ്. അത് വഴറ്റിനേക്കാൾ മുന്നേ അവൾ ഇട്ടു. ഇപ്പോഴും ഇടാം. ഒരു 100 വട്ടം ഞാൻ അത് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഇടുമ്പോ അത് പെട്ടെന്ന് വഴറ്റില്ല. അത് കാരണം അത് സെപ്പറേറ്റ് വഴറ്റിട്ട് ഇടണമെന്ന് പറയുന്നത്. മനസ്സിലായി. പക്ഷെ ഇത് അതിന്റെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല. ഇത് വഴണില്ലല്ലോ സബോള. വഴഞ്ഞ നീ അതൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയി കാണിച്ചു തന്നിട്ട് നീ പോയാൽ മതി. അതാവാത്തോണ്ടാണ് ആദ്യം ഇതായിട്ട് ഇടണമെന്ന് പറയാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ട് പൗഡർ പെറ്റ് സംഭവിക്കണം. അല്ല, എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെ ഇടാറ്. നമുക്ക് കുറച്ച് സബോള കുറവുള്ള പോലെ തോന്നി. നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വേറെ കുറച്ചുകൂടി സബോള ഇട്ടിട്ട് വേറെ ആയിട്ട് പൊടികൾ മുപ്പിക്കാൻ നമ്മൾ കുറച്ചുകൂടി സബോള ഇതിലേക്ക് ആഡ് ചെയ്തിട്ടു. നമ്മളിത് മൂടി വെച്ചു. നമ്മളിനി പൊടികൾ മുപ്പിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒന്ന് പോയതിൻ്റെ അല്ല വെള്ളം ഒന്ന് പോയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ടീസ്പൂൺ മുളകുപൊടി നമ്മൾ ഇട്ടു. ഒരു ടീസ്പൂൺ ഇട്ടില്ല, 1/4 ടീസ്പൂൺ. ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി കീപ്പ് ചെയ്യണ വീഡിയോ ആണ്. അടുത്തോട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. നൂഡിൽസ് പഠിക്കണേ. ചോറ് അല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറി കഴിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എന്നാ ഫ്രൈഡ് റൈസ് കഴിക്കണം കേട്ടോ. ആ കട്ട്ലേറ്റ് എന്ത് ചെയ്ത് കളഞ്ഞോ? ബീഫല്ല മീറ്റാ. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇറച്ചി നല്ല അർത്ഥം. ചിക്കൻ്റെ ഇറച്ചിയാവാം, ബീഫിൻ്റെ ഇറച്ചിയാവാം. മസാലപ്പൊടി
മുറിക്കാൻ കഷ്ടപ്പെടുന്ന സ്നേഹ. അതാ മുറിച്ചു, അതാ പൊളിച്ചു. മമ്മിയുടെ വാക്കിന് വില കൊടുക്കാതെ സ്വന്തം ശക്തി കൊണ്ട് പൊളിച്ച്. അളവുകൾ ഫുള്ള് കൃത്യമായി തെറ്റിച്ച് നമ്മുടെ ചിക്കൻ കറി അതാ പിന്നെയും മീറ്റ് മസാല കൊണ്ടിടുന്നു. എന്താകുമെന്ന് ഒന്നും അറിയാതെ 2 കിലോ ചിക്കനാണ് നമ്മൾ എന്താകുമെന്ന് അറിയാതെ കാത്തിരിക്കുന്നത്. എണ്ണയെ കാണാനില്ല ഗായ്സ്, ഇത് വെറും പൊടികൾ മാത്രം. പിന്നെയും പിന്നെയും സ്നേഹയുടെ അടവുകൾ തെറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ മുളകുപൊടി വരത്തിൽ കാണാനില്ല ഗായ്സ്. ഷെഫ് പിള്ളയ്ക്ക് ശേഷം ഇതുപോലൊരു സാധനം കണ്ടുപിടിച്ചത് സ്നേഹയാണ് ഗായ്സ്. ഇതെന്ത് തേങ്ങയാന്ന് അവൾക്ക് പോലും അറിയില്ല. എത്ര പൊടിയാണെന്നുള്ളത് കൗണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക്. ഒന്നുമില്ലെങ്കിൽ ഇത് കൂട്ടി ചോറ് എന്നാണ് സ്നേഹയുടെ. വെറും മണം കൊണ്ട് കണ്ടുപിടിച്ച് ഡയലോഗ് അടിക്കുന്ന മമ്മി. അപ്പൊ നമുക്ക് നമ്മൾ അടച്ചു വെച്ച ഇത് ഓഫാക്കാല്ലേ? വേവുമെന്ന് വിചാരിച്ച് തുറക്കുമ്പോൾ കരിഞ്ഞു കിടക്കുന്ന സവാളയിലേക്കാണ് നമ്മൾ ഇട്ട് നോക്കുന്നത്. നന്നായിട്ട് ഇതിങ്ങനെ ആയി വന്നിട്ടുണ്ട് ഗൈസ്. പുതിയ സവാള ഒഴിച്ച് നമ്മൾ ഐറ്റം ഈ ചേർത്ത് വെച്ച പൊടികളൊക്കെ ഇട്ടാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചൂടിച്ചിരി കൂട്ടണം. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന മണമാണ് അതാ സ്നേഹ തക്കാളി ഇടാൻ പോവുകയാണ് ഗായ്സ്. ഇട്ടു അതാ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. പൊട്ടിത്തെറിയുടെ പൂരാഘോഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സത്യം ഒരേ സമയം എത്ര പേരാകുന്നേ. എന്റെ ഡയലോഗ് കേട്ട് പിന്നെയും കിളി പോയി സ്നേഹ. അയ്യോ, ഇങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും അത് കരിയും. ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഇളക്കിക്കോ എന്ന് ഡയലോഗ് അടിച്ച സ്നേഹ. നമ്മൾ എന്ത് ചെയ്യണം ഗായ്സ്? നല്ല മണമുണ്ട്. ഇനിന്താണ് അടുത്ത നമ്മുടെ അയ്യോ കണ്ടിക്ക് പോയേ. കണ്ണുകൊണ്ട് എക്സ്പ്രഷൻ ഇട്ട് കൂട്ട്നസ് വാരി വിതറുന്ന സ്നേഹയാണ് നമ്മൾ കണ്ടത്. വീഡിയോ പോസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് വീഡിയോ എക്സ്പ്രഷൻ ഞാനും ഷൂട്ട് ചെയ്ത് തരാവുന്നതാണ്. പിന്നെ ഈ ഫോൺ കാണില്ല. കാണേണ്ടത് എന്താണെന്നറിയോ? മിഠായിയാണെന്ന് തോന്നും, പക്ഷെ ഇത് മിഠായി അല്ല. മാജിക് ക്യൂബ്സ്. ഞാൻ ആദ്യമായിട്ടോ ഈ സാധനം കാണുന്നത്. മാജിക് അല്ല, മാഗി. മാഗിയുടെ മാജിക് അല്ല, മാഗി ക്യൂബ്സ്. സോറി ആള് മാറിപ്പോയി. ഇതാണ് നമ്മുടെ ക്യൂബ്സ്. ഞാനിതിലേക്ക് ഇടാണ്. നന്നായി ഇളക്കാം. നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, ഇച്ചിരി വെള്ളം ഒഴിച്ചിരുന്നു ഒന്ന് ഇതാവാനായിട്ട്. നമ്മൾ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളിട്ട് മാജിക് ക്യൂബ് ഇപ്പോൾ കാണാല്ലേ, എവിടെയോ ഉണ്ട്. കണ്ടുപിടിക്കും എവിടെ. ഇത്ര നേരോട്ടുണ്ടായിരുന്നു. ഇതാണോ? നല്ല തക്കാളിയാ. കാണാനില്ല ഗൈസ്, ഇട്ടപ്പാടെ അത് കാണാൻ വേണ്ടി നല്ലോണം ഇളക്കും. നന്നായി ഇളക്കാനാണ് അത് ചിക്കൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് വേണം? പിടി വേണം. പിടി ഇല്ലെങ്കിൽ നമുക്ക് നന്നായി ഇളക്കാൻ പറ്റില്ല. സ്നേഹയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു ഗായ്സ്. എണ്ണ പുറത്തേക്ക് വന്നോ? റിഫ്ലക്ഷൻ പോലെ കാണുന്നുണ്ടല്ലോ. ഓ, ഇത് മാത്രം കൂട്ടി കഴിക്കാലോ. മുട്ട പുഴുങ്ങിട്ട് മുട്ടക്കറി.
സ്നേഹ മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞു ഗായ്സ്. നല്ല തൽക്കാലം മുട്ട ഇല്ലാത്തോണ്ട് ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക്. നമ്മളിതിങ്ങനെ ടേസ്റ്റ് ചെയ്യണമെങ്കിലും ആണോ? അതൊക്കെ പൊള്ളാനായി സ്നേഹയുടെ 1 2 3 ഗോ പൊള്ളി 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 ഗായ്സ്. എണ്ണ മാത്രം നക്കിയെടുത്ത് പിന്നെയും എണ്ണ എടുക്കാനുള്ള തന്ത്രപ്പാടാണ് നമ്മൾ കാണുന്നത്. കുഴപ്പമില്ല എന്നാണ് അവൾ ഉണ്ടാക്കിയത്, അവൾ തന്നെ പറയുന്നത്. ചിക്കനുമായി വരുന്ന വരവ് കണ്ടോ ഗായ്സ്, ആ നടത്തം കണ്ടോ ഗായ്സ്, ആ ഇടല് കണ്ടോ ഗായ്സ്, ഒക്കെ തലകുത്തി പോവാൻ പോണ് ഗായ്സ്. പിടിക്കാൻ ഒരു കൈ നമ്മള് കുറേശ്ശെ ഈ ചിക്കൻ ഇടാണ്. കമ്പത്തിപ്പോ എന്തിനാണ് എന്നെ കൊണ്ട് പിടിപ്പിച്ചതെന്ന് നമുക്ക് പോലും നടക്കൂലെന്ന് മനസ്സിലായി. ഒരുപാട് ചിക്കൻ ഉണ്ടല്ലോ ഗായ്സ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാനാണ് നമ്മുടെ അതിനുള്ള കഴിവ് ആൾക്കില്ലാത്തത് കൊണ്ട് ഞാനായിരിക്കും ചെയ്യുന്നത്. ഞാൻ കൈമാറിയിരിക്കുകയാണ്. ഈ ജോഷുവാണ് അടുത്തത് കളിക്കണേ. ഇനിയാണ് യഥാർത്ഥ കുക്കിംഗ്. അതെ ഒന്മകൾ വന്ന ഒരു കോടി തന്ത, ഒന്മകൾ വന്ന ഒരു കോടി തന്ത. തന്തയോ അറിയില്ല ഗൈസ്, പാട്ട് പാടാൻ അറിയത്തില്ല. ഇടത്തോട്ട് ഇനി ഒന്ന് വലത്തോട്ട്. അതാണോടാ വാഷിംഗ് മെഷീൻ പോലെയാണ്. ഇതൊരു വാഷിംഗ് മെഷീൻ ആയിട്ടാണ്. ജോഷയുടെ കലവീർക്ക് ഇതാ ഇവിടെ ചട്ടിയുടെ അപ്പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. വറക്കങ്ങട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. മതി ഇങ്ങനെ മൂടി വെച്ചോ. ഇങ്ങനെ തിളക്കട്ടെ. വെള്ളം ഇല്ല, തന്നെ വരും. കുറച്ച് വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. അപ്പൊ അത് അടച്ചു വെച്ചു. മതി ഇളക്കിയത്. ഉപ്പ് ലാസ്റ്റ് ഇടണ്ടേ? അത് ടേസ്റ്റ് നോക്കിട്ട് കുറവുണ്ടെങ്കിൽ ആ അതിലത്തെ സ്പൂണിലത്തെ മസാല കയ്യിലേക്കനെ കുട്ടി വിട്ടിട്ട് ഇതിന്റെ മുകളിൽ സ്പൂൺ വെച്ചിട്ട് അടച്ചു വെച്ചു. ഇതിന്റെ മുകളിലേക്ക് സ്പൂൺ വെച്ചോ. അപ്പൊ പിന്നെയും കൊട്ടണ്ടേ. മൂടി വെച്ചോ. ഇത് ഇതുമ്പോ തട്ടാൻ പാടില്ല. ഓക്കെ, ലാസ്റ്റ് ഡെക്കറേഷനോടെ കഴിഞ്ഞ് ഞങ്ങളുടെ ചിക്കൻ കറി അടിപൊളിയായിരിക്കുകയാണ്. 2 കയ്യിലൊക്കെ ഉണ്ടല്ലോ. ഞാനും ജോഷിട്ട് ഇടയ്ക്കട്ടെ.